ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ അവസാനം കഴിഞ്ഞ കളി മാഞ്ചസ്റ്റർ സിറ്റിയും ഫുൾഹാമും തമ്മിൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഈ ഒരു കളി. നമുക്ക് അതിന്റെ ഗോൾ സ്കോർ നോക്കാം. മാഞ്ചസ്റ്റർ സിറ്റി 3, ഫുൾഹാം 2. അങ്ങനെ 3-2 എന്ന നിലയിൽ മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിരിക്കുന്നു അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ. കളിയുടെ ആദ്യ ഗോൾ നേടുന്നത് ഫുൾഹാമിന്റെ ആൻഡ്രസ് പെരേരയാണ് 26-ാം മിനിറ്റിൽ. തൊട്ടപ്പുറത്തന്നെ 32-ാം മിനിറ്റിൽ സിറ്റിക്ക് വേണ്ടി കൊവാസിച്ചാണ് ഈ കളിയുടെ രണ്ടാമത്തെ ഗോൾ നേടുന്നത്. സിറ്റിയുടെ ആദ്യ ഗോൾ നേടുന്നതും കൊവാസിച്ചാണ്. അങ്ങനെ ഇരു ടീമും 1-1 എന്ന നിലയിൽ ആദ്യ പകുതി അവസാനിച്ച് രണ്ടാം പകുതി തുടങ്ങിയ 2 മിനിറ്റുകൾക്ക് ശേഷം തന്നെ, അതായത് 47-ാം മിനിറ്റ് തന്നെ കൊവാസിച്ചും സിറ്റിക്ക് വേണ്ടി രണ്ടാമത്തെ ഗോളും നേടുന്നു. അങ്ങനെ 2-1 എന്ന രീതിയിലായിരുന്നു പിന്നെ ഈ സിറ്റിയും ഫുൾഹാമുള്ള ആ ഒരു കളി അതിന്റെ രീതിയിൽ നീങ്ങിപ്പോയിരുന്നത്. പിന്നീട് 82-ാം മിനിറ്റിൽ ഡോക്കു സിറ്റിക്ക് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടുന്നു. അങ്ങനെ 3-1 എന്ന നിലയിൽ കളി അവസാനിക്കും എന്ന് വിചാരിച്ച കാണികൾക്കൊരു സർപ്രൈസ് ഗോൾ വീണ്ടും ഫുൾഹാമിന്റെ വക റോഡ്രിഗോ മുനീസ് ആണ്. 88-ാം മിനിറ്റിൽ റോഡ്രിഗോ മുനീസ് ഫുൾഹാമിന് രണ്ടാമത്തെ ഗോൾ നേടിക്കൊടുക്കുന്നു. അങ്ങനെ 3-2 എന്ന നിലയിലാണ് പിന്നീട് കളി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുൾഹാമിന്റെ ഒരു തകർപ്പൻ പെർഫോം തന്നെ ആ ഒരു അവസാന 10 മിനിറ്റിൽ നമ്മുടെ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് കളി നടന്നത്. 88-ാം മിനിറ്റിൽ ഈ റോഡ്രിഗോ മുനീസിന്റെ ഗോൾ പിറന്നതോടുകൂടി കാണികളും കളിക്കാരും ഒന്നുകൂടി ആവേശത്തിലായി. കാരണം ഇനിയൊരു ഗോളും കൂടി ഫുൾഹാം അടിച്ചാൽ കളി സമനിലയിൽ തീരും. പക്ഷെ അതിന് മാഞ്ചസ്റ്റർ സിറ്റി സമ്മതിച്ചില്ല. 3-2 എന്ന നിലയിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആ കളി അവസാനിപ്പിച്ചു. ഈ പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 പോയിന്റുമായി സിറ്റി ഇപ്പോഴും 2-ാം സ്ഥാനത്താണ്. 18 പോയിന്റുമായി അല്പം മുമ്പ് ക്രിസ്റ്റൽ പാലസുമായി കളിച്ച് ജയിച്ച ലിവർപൂൾ, അവിടെ 1-0 നേരത്തെ ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിവർപൂൾ തന്നെ ഇപ്പോഴും 1-ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. പക്ഷെ ലിവർപൂളിന്റെ തൊട്ട് പിന്നാലെയായി തന്നെ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയും ഈ പ്രീമിയർ ലീഗും ഞങ്ങൾ തന്നെ നേടുമെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ പ്രീമിയർ ലീഗിന്റെ അവസാനം ആര് കിരീടം ചൂടും എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.